നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാമ്പ് കടിയേറ്റാൽ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം, അങ്ങനെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പാമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ് അല്ലേ? അപ്പോൾ കൂടുതലും ഈ പാമ്പ് കടിയേറ്റു എന്നുണ്ടെങ്കിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ കൂടുതലും പേടിച്ചിട്ട് ഹൃദയാഘാതം മൂലമാണ് മരണം കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പാമ്പ് കടിയേറ്റ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരെ ഭയപ്പെടുത്തരുത്. കാരണം പകുതി മുക്കാൽ മരണങ്ങളും ഈ പാമ്പ് കടിയേറ്റ ആൾക്കാരിൽ പകുതി മുക്കാൽ മരണവും സംഭവിക്കുന്നത് ആ പേടി കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു പാമ്പ് കടിയേറ്റ ഒരു അവസ്ഥയിൽ ഒരു വ്യക്തി ഇരിക്കുന്ന സമയത്ത് അവരെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കരുത്. ഇപ്പോൾ അവർ വിഷമുള്ള പാമ്പാണ് അവരെ കടിച്ചതെങ്കിലും വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചത് എന്നുള്ള രീതിക്ക് പറഞ്ഞ് അവരിലുള്ള ആ ഭയം നമ്മൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് ചെയ്താൽ തന്നെ ഏറെക്കുറെ കേസുകളും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ്. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ജില്ലയിൽ എവിടെയൊക്കെയാണ് ഈ ആൻറ്റിവീനം ഉള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്ന അല്ലെങ്കിൽ നമുക്കൊരു സമയം ഈ കഴുകും തോറും അവരുടെ ജീവൻ അത് ഭീഷണിയാണ്. അതുകൊണ്ട് എവിടെയൊക്കെയാണ് ഇങ്ങനെ പാമ്പിൻ്റെ വിഷം ഉള്ളത്, ആൻറ്റിവീനം എവിടെയാണ് ഉള്ളത് അതിന് ട്രീറ്റ്മെൻറ്റ് എവിടെയൊക്കെ കിട്ടും എന്നുള്ളത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചും നമ്മൾ മനസ്സിലാക്കിയും വെച്ചിരിക്കണം. അപ്പോൾ നമുക്കൊരു സമയ നഷ്ടം എന്നുള്ളതിൽ നിന്ന് അവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ പാമ്പ് കടിയേറ്റ ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണം. കാരണം പാമ്പ് അവിടെ പതുങ്ങിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്താൻ പോയ ആൾക്കും ഈ പാമ്പ് കടിയേറ്റ ആൾക്കും പിന്നീടും പാമ്പ് കടി ഏൽക്കാനും കൂടെയുള്ള ആൾക്കും പാമ്പ് കടി ഏൽക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ആ പാമ്പ് കടിയേറ്റ് അവിടെ നന്നായി സോപ്പിട്ട് നന്നായി വൃത്തിയാക്കി കഴുകുക. എന്നിട്ട് ഈ പാമ്പ് കടിച്ചതിൻ്റെ മേലെ ആയിട്ട് ഒരു തുണി ലൂസായിട്ട് കെട്ടിക്കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ പാമ്പ് കടിയേറ്റ് അവിടെ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ മുറിപ്പെടുത്തി ആ ബ്ലഡ് പുറത്തോട്ട് കളയുക അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ നമ്മൾ മുറിപ്പെടുത്ത് എന്തെങ്കിലും ചെയ്താൽ പിന്നെ ആ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അത് കൂടുതലായിട്ടും വേറെ ഭാഗങ്ങളിലൊക്കെ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും പാമ്പ് കടിയേറ്റാളെ നമ്മൾ നടത്തിച്ചോ അല്ലെങ്കിൽ വണ്ടി വരെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അടുത്തോട്ട് നടത്തിയിട്ട് ഹോസ്പിറ്റലിലോട്ടോ ഒരിക്കലും കൊണ്ടുപോകരുത്. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഈ വിഷം ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലോട്ട് വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ നടത്തിക്കൊണ്ട് പോകരുത്. അവരുടെ എടുത്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ കടത്തി കൊണ്ടുപോകാൻ അല്ലാതെ ഒരിക്കലും അവരെ കൊണ്ട് നടത്തിപ്പിക്കരുത്.